സ്വത്തുക്കൾ മാത്രം മതി. ജന്മം നൽകിയ പിതാവിനെ ആർക്കും വേണ്ട. മനുഷ്യത്വം മരവിച്ച മക്കൾ കാണേണ്ട ദൃശ്യം. പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സ്വന്തം ചോരയെയും ജന്മം നൽകിയ മാതാപിതാക്കളെയും മറക്കുന്ന ഒരു സമൂഹത്തിലാണോ നാം ജീവിക്കുന്നത്? ഈ ദൃശ്യമൊന്ന് കാണുക. അവസ്ഥ ഉണ്ടോ? രണ്ട് മക്കളുണ്ട്. അതിൽ ഒരു മകൻ അധ്യാപകനാണ്, ഒരു മകൻ കോടീശ്വരനാണ്. രണ്ടുപേർക്കും അച്ഛന്റെ സ്വത്തുക്കൾ മതി, അച്ഛനെ വേണ്ട. അനാഥനായിട്ട് അച്ഛൻ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ്. ഈ നല്ലവരായ കുറെ മനുഷ്യരുണ്ടായോണ്ട് ആ മനുഷ്യൻ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നു. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛന്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. കണ്ടില്ലേ? ഒന്ന് നോക്കാൻ പോലും, കുളിച്ചിട്ട് തന്നെ മാസങ്ങളാവുന്ന ഈ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞു നോക്കാൻ എങ്ങനെ? സത്യം പറഞ്ഞ ഇവരൊക്കെ മക്കളാണോ? പണമൊക്കെ എന്തിനാ? പുഴുങ്ങി തിന്നാനാണോ? ഈ നിമിഷം വരെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു. അച്ഛൻ കുറച്ചിലാണ്. കുറച്ചില്ലെന്നല്ലെന്ന്, അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? ഒരു മൃഗത്തിനെ പോലും ഈ രീതി കാണാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ അവസ്ഥ നോക്ക്. ഈ നിലവിളിയാണ് അദ്ദേഹം ഇവിടെ കിടന്ന്. രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ലാതെ കിടന്ന് നിലവിളിക്കുക ഇവിടെ കിടന്ന്. ആരുണ്ട് കേൾക്കാനായിട്ട്? ഈ പാവങ്ങൾ ഇവർ കുറെ ആൾക്കാർ അദ്ദേഹത്തിന് ചായയോ അതേപോലെ ആഹാരം എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിന്നു. അല്ലെ എന്നേ ഇദ്ദേഹം കഥാവശേഷനായി പോയത്. നിലവിളിയാ, വിശക്കുന്നേന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് സഹിക്കുവോ? നമുക്ക് മാതാപിതാക്കളുള്ളതല്ലേ? അപ്പൊ അയലത്തുള്ളവരെല്ലാവരും ചേർന്ന് വെള്ളം കുടിക്കുക, ചായ കുടിക്കുക, ഊണ് കുടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അത് തികയും. ഒരു രക്തബന്ധവും ഇല്ലാത്ത ഈ അയൽവാസികൾ കാണിക്കുന്ന സ്നേഹം പോലും ജന്മം കൊടുത്ത മക്കള് കാണിക്കാത്തത് എന്തൊരു മക്കളാണ്. ഒരു മകൻ അധ്യാപകൻ, മറ്റൊരാൾ കോടീശ്വരൻ. പക്ഷേ തങ്ങളെ വളർത്തി വലുതാക്കിയ പിതാവിന് ഒരു നേരം ഭക്ഷണം നൽകാനോ അദ്ദേഹത്തിന്റെ അന്ത്യകാലത്തൊന്ന് തുണയാകാനോ ഇവർക്ക് സമയം കിട്ടുന്നില്ല. അച്ഛന്റെ സ്വത്തുക്കളും സമ്പാദ്യവും എഴുതി വാങ്ങിയ ശേഷം അദ്ദേഹത്തെ ഒരു മൃഗങ്ങളെക്കാൾ കഷ്ടമായ അവസ്ഥയിൽ അനാഥനായി തെരുവിൽ ഉപേക്ഷിക്കുന്നത് പോലെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. മാസങ്ങളായി കുളിക്കുകയോ വൃത്തിയായി ആഹാരം കഴിക്കുകയോ ചെയ്യാത്ത ഈ വൃദ്ധനായ മനുഷ്യൻ വിശപ്പും ദാഹവും കൊണ്ട് അലമുറയിട്ട് കരയുമ്പോൾ ആ കണ്ണുനീർ കാണാൻ മക്കളില്ല, കുടുംബങ്ങളില്ല. അയൽവാസികളായ നല്ലവരായ കുറച്ചു മനുഷ്യർക്ക് മാത്രമാണ് ആ മനസ്സുണ്ടായത്. മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നത് വെറും ഒരു സ്വത്തല്ല, തങ്ങളുടെ ആയുസ്സും ആരോഗ്യവുമാണ്. അതിനു പകരമായി വൃദ്ധസദനങ്ങളോ വീടിന്റെ ഉമ്മറപ്പടിയിലെ അനാഥത്വമോ നൽകുന്ന മക്കൾ നാളത്തെ തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇത്തരം ക്രൂരതകൾക്കെതിരെ സമൂഹം പ്രതികരിച്ചേ മതിയാകൂ. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്കെതിരെ നിയമപരമായ കർശന നടപടികൾ സ്വീകരിക്കണം. ഈ അച്ഛന്റെ അവസ്ഥ കണ്ടില്ലെന്ന് ആരും നടിക്കാൻ പാടില്ല. നമുക്ക് നടിക്കാനാകില്ല. ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ ഗതി വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇത്തരുണത്തിൽ ഉണർത്തുന്നത്. നിങ്ങൾ ഈ ദൃശ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു? താഴെ കമന്റുകൾ ചെയ്യുക. പരമാവധി നിയമപരമായ വശങ്ങളിലേക്ക് എത്തുന്നതുവരെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക.